ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഡി എസ് സീറ ഇവിടെ ബാഹുബലിയെയും തകർത്ത് മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു ഞായറാഴ്ച എത്തിക്കഴിഞ്ഞപ്പോൾ എങ്ങും ടിക്കറ്റ് കിട്ടാനില്ലാത്ത ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നു. മണിക്കൂറിൽ വിറ്റുപോകുന്നത് 12,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ. ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 15 കോടിക്കടുത്തേക്ക് എത്തുന്നു ഇന്നത്തെ ദിവസത്തോടെ. വേൾഡ് വൈഡായിട്ട് സിനിമ 11.5 കോടിയോളം ആദ്യ ദിനം നേടിയെങ്കിൽ രണ്ടാം ദിനം 14 കോടിക്ക് മുകളിലേക്ക്, 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 25 കോടിക്ക് മുകളിൽ, മൂന്നാം ദിനം കൊണ്ട് സിനിമ 40 കോടി എത്തുമെന്നുള്ളതും പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഡയസീറ ബാഹുബലിയുടെ ടിക്കറ്റ് വിൽപ്പനയെ തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബുക്ക് മൈ ഷോയിലൂടെ അവസാന 24 മണിക്കൂറിൽ ബാഹുബലിക്ക് വിറ്റുപോയത് 128.97K ടിക്കറ്റുകളായിരുന്നു. ഡയസീറ വിറ്റുപോയത് 246.95K ടിക്കറ്റുകളും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലോകമെമ്പാടും ഈ സിനിമയ്ക്ക് ഏത് റേഞ്ചിലാണ് പ്രേക്ഷകർ എടുത്ത് നെഞ്ചിലേറ്റിയിരിക്കുന്നത് എന്നുള്ളത്. ഒരു പക്ക ഹൊറർ മൂവി. ഇതിന് ഭാഷകൾ പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമല്ല. ഈ ഒരു സിനിമ ആർക്ക് വേണമെങ്കിലും ഏത് ലാംഗ്വേജിലുള്ള ആൾക്കും കാണാം. കാരണം അതിനകത്തിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനകത്തിൽ ഡയലോഗുകൾക്ക് പോലും വളരെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആർക്കും ഒന്നും ഇതിൻ്റെ ആ ഒരു പശ്ചാത്തലം വെച്ചിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെ. ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രണവ് മോഹൻലാലിൻ്റെ പ്രകടനം കാണാൻ കഴിയുന്നത്. രാഹുൽ സദാശിവൻ സ്ഥിരം കാണിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഏത് സിനിമ ചെയ്യുന്നു അത് ഒന്നിനൊന്ന് മനോഹരമായി. അദ്ദേഹത്തിൻ്റെ ജോണർ അദ്ദേഹം കണ്ടുപിടിച്ചു. അത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എടുക്കാനും കഴിഞ്ഞു. വെറുതെ തൃപ്തിപ്പെടുത്തുകയല്ല, ഞെട്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനും കഴിയുന്നു. എന്താണെങ്കിലും ഈ ഒരു സിനിമ ഇന്നത്തോടെ 40 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കടക്കുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് 2 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒഫീഷ്യലായി വരുമെന്നുള്ളതാണ്. ബാഹുബലി ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ബാഹുബലി ഇത് എപ്പിക് എന്ന് പറഞ്ഞ സിനിമ 3.25 മണിക്കൂർ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. നമുക്കറിയാം ഒരു ക്ലാസിക് അല്ലെങ്കിൽ അതൊരു ബെഞ്ച് മാർക്ക് മൂവിയാണ്. എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് മുകളിൽ കയറാൻ കഴിയുന്നെങ്കിൽ അത് ഡയസീറയുടെ ആ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. എന്താണെങ്കിലും അതിഗംഭീരമായി പോകുന്നു. ബാഹുബലി ഇതാ 50 കോടിയിലേക്ക് എത്തുകയാണ് ഇന്നത്തെ ദിവസം കൊണ്ട്. അത്ര ഗംഭീരമായിട്ട് പോകുന്ന ആ ഒരു ചിത്രത്തിനെ പോലും വെല്ലുവിളിച്ചു കൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ അത് മലയാളത്തിൻ്റെ അത്ഭുതം അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു സുവർണ്ണ നിമിഷം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേ മീഡിയാസ്.